ഇതാ ക്രൈസ്തവ ലോകം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ദിവസങ്ങൾ മാത്രം. ശരിയായ ഒരുക്കത്തോടും നല്ല തീരുമാനങ്ങളോടും കൂടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ വാർഷിക സ്മരണയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഫലപ്രദമായ നല്ലൊരു ഒരുക്കത്തിന് സഹായകമായ ചില ചിന്തകൾ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വലിയ നോമ്പിന്റെ ദിവസങ്ങൾ നമ്മിൽ ഉണർത്തേണ്ട ചില ഓർമ്മകളെക്കുറിച്ച് ആദ്യമേ ഞാൻ സൂചിപ്പിക്കട്ടെ. നോമ്പിനെ കുറിച്ച് ഓർമ്മിക്കുക എന്നത് തന്നെ വലിയ കാര്യം തന്നെയല്ലേ. തിരക്കുകളും ജീവിതഭാരവും നമ്മെ പലപ്പോഴും നോമ്പ്, ഉപവാസം, പരിത്യാഗം, ആശയടക്കം എന്നിങ്ങനെയുള്ള ആത്മീയ പ്രവൃത്തികളിൽ നിന്ന് അകറ്റാറുണ്ട്. പലപ്പോഴും സ്വയം തിരിച്ചറിയുവാനും പരിശീലിപ്പിക്കാനും മെരുക്കിയെടുക്കുവാനും അങ്ങനെ ആത്മീയമായ സ്വസ്ഥതയും ദൈവവുമായുള്ള ബന്ധവും ആഴപ്പെടുത്തിയെടുക്കുവാനും ഇവ ഏറെ സഹായകരമാണ്. വലിയ നോമ്പിന്റെ പ്രാധാന്യവും അത് നമ്മുടെ ആത്മീയ ചിന്തകളെ ഓർമ്മിപ്പിക്കുന്നതും എന്താണെന്ന് അനുസ്മരിക്കുന്നത് അർത്ഥവത്തായ നോമ്പാചരണത്തിന് അനിവാര്യം തന്നെ. ഒന്ന്, മിശിഹായുടെ രക്ഷാകർമ്മങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന അവിടുത്തെ പീഡാനുഭവവും മരണവും ഉദ്ധാനവുമാണ് വലിയ നോമ്പിന്റെ ഉള്ളടക്കം. രണ്ട്, ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസമാണ് ഈ നോമ്പാചരണത്തിന്റെ അടിസ്ഥാനമായി നാം കാണുന്നത്. പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള മാർഗം മിശിഹ മരുഭൂമിയിൽ പഠിപ്പിച്ചു തരികയായിരുന്നു. മൂന്ന്, മാമോദിസായിൽ നാം ദൈവമക്കളും പുതിയ മനുഷ്യരുമായിരുന്നു എന്നതും പാപം വഴി അവിടത്തെ പരിത്യജിച്ച് എന്നതും ഈ കാലഘട്ടത്തിന്റെ സവിശേഷ ഓർമ്മയായി നാം സൂക്ഷിക്കണം. നാല്, അനുതാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകമാംവിധം ചിന്തിക്കണം. അഞ്ച്, അനുതപിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ സവിശേഷമായ കാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റി സമയമെടുത്ത് ധ്യാനിച്ചേ മതിയാവൂ. ആറ്, ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനത്തിനെത്തേണ്ടത് നോമ്പിന്റെ ചൈതന്യത്തിനും ആത്മീയതയ്ക്കും അനിവാര്യമാണെന്നതും മറന്നു പോകരുത്. സവിശേഷമായ ഒരുക്കങ്ങൾ വലിയ നോമ്പിന് മുമ്പും നോമ്പുകാലത്ത് നടത്തുന്നത് നല്ലതാണ്. നോമ്പുകാലം തന്നെ ഒരുക്കമല്ലേ എന്ന ചിന്ത പ്രസക്തമാണ്. എന്നാൽ നോമ്പുകാലം തന്നെ ഒരുക്കത്തോടെ അനുഷ്ഠിക്കുമ്പോൾ അത് ആത്മീയ ജീവിതത്തിന് വലിയ ഉണർവ് നൽകാൻ പ്രാപ്തമായി തീരും. നഷ്ടമായി പോയ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കുവാനും കരിന്തിരി കത്തുന്ന ദൈവാനുഭവത്തെ ജ്വലിപ്പിക്കുവാനും തേഞ്ഞുപോയ പ്രാർത്ഥന അനുഭവത്തെ മൂർച്ചപ്പെടുത്താനും നിസ്സംഗമായ ബന്ധങ്ങളെ ജീവനുള്ളതാക്കാനും ഒരുക്കത്തോടുകൂടിയ നോമ്പാചരണത്തിന് കഴിയും. ആദ്യമായി കുംഭസാരം എന്ന കൂദാശയുടെ സ്വീകരണത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് നല്ലതാണ്. നോമ്പുകാലം മുഴുവൻ തന്നെ അനുതാപത്തിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും ഓർമ്മയാണെങ്കിലും കളങ്കമില്ലാത്ത മനസ്സോടെ കണ്ണീരിന്റെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് സഹിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കും. രണ്ടാമതായി, കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ വൃത്തിയാക്കുക, മുറി ക്രമീകരിക്കുക, വസ്ത്രങ്ങൾ അലക്കി തേച്ച് വൃത്തിയായി മടക്കി വെക്കുക. മൊത്തത്തിൽ ഒരു വൃത്തി വരുത്തുന്നത് വിശദമായ ദിനങ്ങളിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു എന്നും എൻ്റെ പരിസരങ്ങൾ പോലെ ജീവിതവും വിശുദ്ധവും ക്രമീകൃതവുമായിരിക്കണമെന്ന് സ്വയം ഓർമ്മപ്പെടുത്തുന്നതിനും ഉതകുന്നതാണ്. മൂന്നാമതായി, വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ പ്രത്യേക സമയക്രമീകരണം നടത്തുന്നത് നല്ലൊരുക്കത്തിന്റെ ഭാഗമാണ്. എല്ലാ ദിനവും തന്നെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പരിശ്രമിക്കണം. സാധിക്കുന്നിടത്തോളം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അല്പസമയം സ്വയം പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും സമയം ലഭിക്കും വിധം അനുദിന ജീവിത കൃത്യങ്ങളെ ക്രമീകരിക്കുവാൻ സാധിച്ചാൽ അതും നല്ലത്. നാലാമതായി, ഈ ദിവസങ്ങൾ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുക. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്ന് അകലം പാലിക്കാൻ മതിയായ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ഈ 50 ദിവസങ്ങൾ സ്വയം നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും അതിലൂടെ ലഭിക്കുന്ന ആത്മീയ ശക്തിയിലൂടെ തുടർന്നും വിശുദ്ധിയിൽ തന്നെ നിലനിൽക്കുവാൻ നമുക്ക് കഴിയും. അഞ്ചാമതായി, ഉപവാസവും നോമ്പ് ശരീരത്തിന്റെ ദുഷിപ്പുകൾ ഇല്ലാതാക്കി ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള ഡയറ്റിന്റെ സമയമല്ലെന്ന്, അത് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും സ്വയം ഓർമ്മപ്പെടുത്തുവാനും ഈ ഒരുക്കം നമ്മളെ സഹായിക്കും. എന്താണ് ഇതിനു വേണ്ടിയുള്ള പരിഹാരം? വലിയ നോമ്പ് പരിഹാര പ്രവൃത്തികളുടെ കൂടെ കാലമാണ്. ദൈവത്തെ മറന്നും ആത്മീയ ജീവിതം ഉപേക്ഷിച്ചും ചെയ്തു പോയ പാപങ്ങൾക്കും തെറ്റുകൾക്കും പാപപൂർത്തി കുംഭസാരം എന്ന കൂദാശയോട് ലഭിക്കുമ്പോഴും നമ്മുടെ പാപങ്ങളും ദുഷ്കൃത്യങ്ങളും നിമിത്തം രൂപപ്പെട്ട മുറിവുകളെയും അസ്വസ്ഥമായ ബന്ധങ്ങളെയും പ്രപഞ്ചത്തെയും പ്രതി പരിഹാര പ്രവൃത്തികൾ ചെയ്യാനും നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് വേണ്ടി പീഡകളേറ്റ് കുരിശിൽ മരിച്ച ഈശോയെയാണ് പരിഹാര പ്രവൃത്തികളോടെ നാം അനുകരിക്കുന്നത്. ഈശോ തനിക്ക് വേണ്ടിയല്ല സഹനങ്ങളെ ഏറ്റെടുത്തെങ്കിൽ നാം പരിഹാര പ്രവൃത്തികളിലൂടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് നമുക്ക് വേണ്ടിയും ഒപ്പം ലോകം മുഴുവന് വേണ്ടിയും കൂടെയാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് ഉപവാസം. നോമ്പിന്റെ ദിനങ്ങളിൽ സഭ ആവശ്യപ്പെടുന്ന ദിനങ്ങളിൽ മാത്രമല്ല, അതായത് വിഭൂതി ദുഃഖ വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല,
മറ്റ് ദിനങ്ങളിലും കഴിയുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളും ഉപവാസ ദിനമായി ആചരിക്കുന്നത് ഏറ്റവും നല്ലത്. രണ്ടാമതായി മാംസവർജനം അല്ലെങ്കിൽ ഇഷ്ടഭക്ഷണത്തിൻ്റെ വർജനം. ഭക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെ. അതേസമയം തന്നെ അതൊരു ആസക്തിയായി മാറുന്നത് നാം കാണുന്നുണ്ട്. മാംസമോ അതുപോലുള്ള ഇഷ്ടഭക്ഷണങ്ങളോ നോമ്പിൻ്റെ ദിനങ്ങളിൽ വർജിക്കുന്നത് നല്ലതാണ്. 3. തഴക്കദോഷങ്ങളോട് വിട പറയുക. ശീലം കൊണ്ട് പലവിധ തിന്മകളുടെ പിടിയിൽ അകപ്പെട്ടവരാണ് നാം. മറ്റ് ശീലങ്ങൾ തീർച്ചയുള്ള തീരുമാനങ്ങൾ, പ്രത്യേക ആത്മശോധന എന്നിവ വഴി അവയിൽ നിന്ന് അകലം പാലിക്കുന്നത് വരാനിരിക്കുന്ന നോമ്പിന് ഉചിതമായ പരിഹാര പ്രവൃത്തിയിൽപ്പെടുന്ന കാര്യമാണ്. 4. ആശയടക്കം. ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് സ്വയം നിയന്ത്രണ ശീലമാക്കാനും തെറ്റിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും സഹായകരമാകും. 5. വിശുദ്ധ കുർബാന, യാമപ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥന, വിശുദ്ധ ഗ്രന്ഥ പാരായണം, വ്യക്തിപരമായ പ്രാർത്ഥന, ആത്മീയ ഗ്രന്ഥങ്ങളുടെ പാരായണം ഇവ ശീലമാക്കുന്നതും ഇവയ്ക്ക് പ്രത്യേക സമയം നിശ്ചയിക്കുന്നതൊക്കെ നല്ലതാണ്. അടുത്തതായി കുരിശിന്റെ വഴി പ്രാർത്ഥന. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുന്നത് നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിൽ നിലനിൽക്കുന്നതിന് ഏറെ സഹായകമാകും. പരിഹാര പ്രവൃത്തിയാണ് ഇതും. അടുത്തതായി തീർത്ഥാടനങ്ങൾ, വാർഷിക ധ്യാനങ്ങൾ. തീർത്ഥാടനങ്ങളും വാർഷിക ധ്യാനങ്ങളും നടത്തുന്നതും ദിവ്യകാരുണ്യ ആരാധന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും നിശബ്ദതയിൽ അവിടെ സമയം ചിലവഴിക്കുന്നതും നോമ്പുകാല ചൈതന്യത്തിന് തികച്ചും ഉചിതം തന്നെ. സംസാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും തീർച്ചയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുന്നത്, കൂടുതൽ സമയം നിശബ്ദതയിലായിരിക്കുവാൻ ശ്രമിക്കുന്നതും ഫോൺ, ഇന്റർനെറ്റ്, ടെലിവിഷൻ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതും നോമ്പുകാല ചൈതന്യത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏവർക്കും വരാനിരിക്കുന്ന വലിയ നോമ്പിന്റെ ആത്മീയ നന്മകൾ മുൻകൂട്ടി നേരട്ടെ. ഈ 50 ദിവസത്തെ ആത്മീയയാത്രയിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, അവനോടൊപ്പം ഉണർന്നിരിക്കാം, അവന്റെ സഹനങ്ങളെ പ്രതി കൂടുതൽ നിശബ്ദരാകാം. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ നോമ്പുകാലവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടം തന്നെ. നോമ്പുകാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വർഷവും നോമ്പുകാലം അടുക്കുമ്പോൾ നമ്മൾ ഈ പഴയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും നോമ്പുകാലത്ത് സ്വീകരിക്കുവാൻ നാം ഒരുങ്ങാറുമുണ്ട്. ഇതാ ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ നോമ്പുകാലത്ത് നാം ചെയ്യേണ്ട വിവിധ കാര്യങ്ങളെപ്പറ്റി വ്യത്യസ്ത തന്റെ പ്രസംഗങ്ങളിൽ നൽകിയിട്ടുള്ള 10 നിർദ്ദേശങ്ങൾ ഇവിടെ നാം ധ്യാനിക്കുന്നു. 1. അലസതയുടെ അടിമത്തത്തിൽ നിന്നും മോചിതനാവുക. നോമ്പുകാലം കൂടുതൽ ആത്മീയ വളർച്ചയുടെ ഒരു കാലം തന്നെ. നമ്മൾ ഓരോരുത്തരിലും മാറ്റങ്ങളും മനപരിവർത്തനവും ഉളവാക്കുന്ന ഒരു വഴിത്തിരിവിന്റെ കാലമാണത്. നമ്മൾ കൂടുതൽ നന്മയുള്ളവരാകേണ്ടിയിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ പഴയ ചിട്ടകളെയും അലസതകളെയും നമ്മളെ കുടുക്കിയിരിക്കുന്ന തിന്മയുടെ കുടിലതകളെയും ഉപേക്ഷിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് കഴിയട്ടെ. 2. സ്വയം വേദന നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കുക. സ്വയം ഇല്ലാതാക്കുവാനും സഹനം അനുഭവിക്കുവാനും പറ്റിയൊരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. ശരിയായ ദാരിദ്ര്യം വേദന ഉളവാക്കുന്നതാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്ന എന്ത് പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് നാം സ്വയം ചോദിക്കണം. 3. നിസ്സംഗതയുള്ളവരായിരിക്കരുത്. ദൈവത്തോട് നമ്മുടെ അയൽക്കാരോട് നിസ്സംഗത പുലർത്തുക എന്നത് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രലോഭനം തന്നെ. നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാൻ നാം തയ്യാറാവണം. നമ്മുടെ ലോകത്തോട് ദൈവം നിസ്സംഗത കാണിച്ചില്ല, അതുപോലെ നാമും നിസ്സംഗത പുലർത്താൻ പാടില്ല. 4. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന വഴി നമുക്ക് കരുണയും ഉദാരമനസ്കതയും നിറഞ്ഞ ഒരു ഹൃദയം ലഭിക്കും. സഹോദരി സഹോദരന്മാരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിക്കാം: ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. അടുത്തതായി കൂദാശകളിൽ പങ്കെടുക്കുക. യേശുവിന് സദൃശരായി നാം മാറുവാൻ, നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുവാൻ പറ്റിയ സമയമാണ് നോമ്പുകാലം. ദൈവവചനം ശ്രവിക്കുകയും കൂദാശകളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് എന്തോ അതായി നമ്മൾ മാറുന്നു, അതായത് യേശുവിന്റെ ശരീരമായി നാം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അടുത്തത് പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക. ഓരോ നിമിഷവും നമ്മളെ വേദനിപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെയ്യുന്ന നിരവധി മുറിവുകൾ ഉണ്ട്. ഇത്തരം അവസരങ്ങളിൽ പ്രാർത്ഥനയാകുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവിക സ്നേഹത്തിന്റെ സമുദ്രമാണ് പ്രാർത്ഥന. ഇവിടെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. പ്രാർത്ഥനയുടെ സമയമാണ് ഈ നോമ്പുകാലം. കൂടുതൽ താല്പര്യത്തോടെ സുദീർഘമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരുടെ ആവശ്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയവും. ദാരിദ്ര്യത്തിന്റെയും സഹനത്തിന്റെയും നിരവധി സാഹചര്യങ്ങളിൽ ദൈവത്തെ തിരുമുൻപാകെ പ്രാർത്ഥന വഴി മാധ്യസ്ഥം വഹിക്കേണ്ട സമയമാണിത്. ഇങ്ങനെയെല്ലാം നോമ്പുകാലത്തെ വിശേഷിപ്പിക്കാം.
അടുത്തത് ത്യാഗപൂർണമായ ഉപവാസത്തിന് തയ്യാറാവണം. നമ്മുടെ ഉപവാസം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ത്യാഗങ്ങളില്ലാത്ത പേരിന് മാത്രമുള്ള ഉപവാസമാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ഉപവാസം നമ്മുടെ സുഖ സൗകര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ ഉപവാസം കൊണ്ട് ഏറെ ഗുണമുണ്ട്. നാം എടുക്കുന്ന ഉപവാസം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് കാരണമാവുകയാണെങ്കിൽ അത് ഏറെ ഫലവത്തായിരിക്കും. തന്റെ സഹോദരനെ സഹായിക്കുകയും പരിചരിക്കുകയും ചെയ്ത ഒരു നല്ല സമരിയക്കാരനെ പോലെ നമുക്ക് ഉപവസിക്കാം. അടുത്തത് ദാനധർമ്മത്തിൽ കൂടുതൽ തീഷ്ണത പുലർത്തുക. എന്തും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഈ കാലത്ത് ദാനധർമ്മങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമേ അല്ലാതായി മാറിയിരിക്കുന്നു. ഓരോന്നിന്റെയും അതിൻ്റെതായ അളവുകോലുണ്ട്. കൈവശം വയ്ക്കുവാനുള്ള ത്വരയിൽ നിന്നും നമുക്കുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നും നാം മോചിതരാകേണ്ടിയിരിക്കുന്നു. ദാനധർമ്മ പ്രവൃത്തികൾ സ്വതന്ത്രമായി നൽകുന്നതിന്റെ സന്തോഷം അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഈ നോമ്പുകാലത്ത് ദാനധർമ്മത്തിൽ കൂടുതൽ തീഷ്ണത പുലർത്തുക. അടുത്തതായി പാവങ്ങളെ സഹായിക്കണം. ദരിദ്രരിലും പുറന്തള്ളപ്പെട്ടവരിലും നമുക്ക് ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുവാൻ കഴിയും. ദരിദ്രരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വഴി നമ്മൾ യേശുവിനെ സഹായിക്കുകയും സേവിക്കുകയുമാണ് ചെയ്യുന്നത്. അനാഥത്വത്തിനും നിരാശ്രയത്വത്തിനും കാരണമാകുന്ന വിവേചനത്തിനും മറ്റ് ദുരാചാരങ്ങൾക്കും അറുതി വരുത്തുവാനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. ആർഭാട സമ്പത്ത് എന്നിവ നമ്മുടെ മനസ്സിലെ പ്രതിഷ്ഠകളാകുമ്പോൾ അവ നമ്മിൽ മേൽക്കോയ്മ നേടുന്നു. അതിനാൽ ഈ നോമ്പുകാലത്ത് നീതി, സമത്വ, ലാളിത്യം, പങ്കുവെക്കൽ എന്നിവ വഴിയായി ജീവിതത്തിൽ പരിവർത്തനം നടത്തേണ്ടത് ആവശ്യം തന്നെ. അവസാനമായി സുവിശേഷം പ്രഘോഷിക്കുക. കാരുണ്യത്തിന്റെ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ സുവിശേഷ പ്രഘോഷകരാകുവാൻ ദൈവം ഈ നോമ്പുകാലത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സുവിശേഷമാകുന്ന സത്വാർത്ത പ്രഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിധി പങ്കുവെക്കുന്നതും നുറുങ്ങിയ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതും ഇരുട്ടിൽ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് പ്രതീക്ഷയാകുന്ന വെളിച്ചം നൽകുന്നതുമാണ്. ഇത് അതീവ ആനന്ദം നൽകുന്ന ഒരു അനുഭവമാണ്. പുത്തൻ പ്രതീക്ഷ പകരുന്ന സുവിശേഷ പ്രഘോഷകരാകുവാൻ ദൈവം ഇതാ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് പാപ്പ പലപ്പോഴായി മുന്നോട്ട് വെച്ച ഈ നോമ്പുകാല ആശയങ്ങൾ എത്ര മഹനീയമാണല്ലേ. നമ്മുടെ മാനുഷിക പരിമിതിക്കുള്ളിൽ ചെയ്യാവുന്ന ഏതാനും കാര്യങ്ങളാണ് പാപ്പ ഇവിടെ പങ്കുവെച്ചത്. ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് ചേർന്ന വിധം ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് കഴിയട്ടെ. ഒരുപാട് ദൈവാനുഭവങ്ങൾ നിറഞ്ഞ ഒരു നല്ല നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കട്ടെ.